എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ സ്വന്തം ആസ്തിക് ഗാർഡനിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ. ഇന്ന് ഡിസംബർ 25 ക്രിസ്മസ് ഡേ ആണ്. അപ്പോൾ എല്ലായ്പ്പോഴും ചെയ്യുന്ന പോലെ ഇന്ന് നമ്മുടെ പ്ലാന്റിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ, അതിനായിട്ടാണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. പിന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ ഇവിടുത്തെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ കൊടിയേറുന്ന ദിവസവുമാണ്. ഇനി 8 ദിവസത്തിന് ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പൂജയുണ്ട്, ആ പൂജയിൽ പങ്കുകൊള്ളാം. ഇതിന്റെ PDF വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നവർക്ക് ഞാൻ അയച്ചു തരാൻ. നോട്ടീസിന്റെ ചക്രാബ്ജ പൂജ എന്നാണ് പൂജയുടെ പേര്. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മാത്രമേ ഈ പൂജ നടത്തുകയുള്ളൂ. ഇതിന്റെ പൂജയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മഹാവിഷ്ണുവിന് ഒരു ദിവസം 3 നേരം പൂജിക്കുന്നു. അങ്ങനെ ഒരു വർഷക്കാലം പൂജിക്കുന്നതിന്റെ ഫലമാണ് ഈ ഒരു പൂജ ചെയ്താൽ നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ കഷ്ടതകളും കഷ്ടകാലങ്ങളും ഒക്കെ ഒരു പരിധിവരെ ഈ പൂജ കൊണ്ട് നമുക്ക് അകറ്റി നിർത്താമെന്നുള്ളതാണ് വിശ്വാസം. ഈ പൂജയുടെ പ്രൈസ് എന്ന് പറയുന്നത് 1000 രൂപയാണ് കേട്ടോ. ഒരു പൂജയ്ക്ക് 1000 രൂപയാണ്. മാക്സിമം 2 പേരുടെ പേര് നാളും നമുക്ക് ഈ പൂജയിൽ ഉൾക്കൊള്ളിക്കാം ഒരു കൂപ്പണിനകത്ത്. അപ്പം ഇത് ഞാൻ വന്ന വഴി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു പമ്പിനെ കുറിച്ച് പറയണമെന്ന്. ഈ ഒരു പമ്പിന്റെ ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററിയാണ് ഇതിനകത്ത്. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചുമ്മാ ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ പിടിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കാണാറുണ്ടല്ലോ. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കൈവച്ച് പ്രഷർ ചെയ്യുന്ന ആ ഒരു കൈയുടെ ഒരു ആയാസം നമുക്ക് കുറയും ഈ ഒരു പമ്പ് യൂസ് ചെയ്താൽ. ഇത് 14 ലിറ്ററിൻ്റെ പമ്പാണ്. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റും ഒക്കെ കറക്റ്റ് എടുക്കാം. ഈ പറയുന്ന അളവുകളൊക്കെ നമുക്ക് കറക്റ്റ് ഇതിനകത്ത് നമുക്ക് എടുത്ത് നമ്മുടെ പ്ലാന്റിന് കൊടുക്കാം. അതിനകത്ത് മിസ്റ്റേക്ക് ഒന്നും വരികയില്ല. എത്ര ലിറ്ററാണ് 14 ലിറ്ററും ഇതിനകത്ത് മെഷർ ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ഫിൽറ്ററുണ്ട്. നമ്മൾ ഓൾറെഡി ഫിൽറ്റർ ചെയ്താണ് ഫെർട്ടിലൈസറൊക്കെ എടുക്കുന്നത്. പക്ഷേ എന്നാൽ ഇതിനകത്തുകൂടെ ഫിൽറ്റർ ചെയ്തിട്ട് ഈ സ്പ്രെയറിനകത്തേക്ക് പോവുകയുള്ളൂ. അപ്പോൾ ഒരു കരടൊക്കെ ഇതിനകത്ത് വീണെന്നും പറഞ്ഞാൽ നമ്മുടെ സ്പ്രെയർ കംപ്ലൈൻ്റ് ആവില്ല. വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ബാറ്ററി കംപ്ലൈൻ്റ് ആയി, ചാർജ് കയറുന്നില്ല, പെട്ടെന്ന് കൊണ്ട് നന്നാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളം കൊടുക്കണം ചെടിക്ക്. ഇതിന് മാനുവലായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിനകത്തുണ്ട്. ഓട്ടോമാറ്റിക് അല്ലാതെ മാനുവൽ സ്പ്രേയും കൂടെ ചെയ്യാതെ നമ്മൾ കൈ വെച്ച് പ്രസ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. 2 in 1 ആണ് ഈ പമ്പ്. പിന്നെ ഞാനീ പറഞ്ഞ ജൈവവളത്തിൻ്റെ മിക്സൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് ചെടികളൊക്കെ എങ്ങനെയുണ്ടെന്ന് ആരും ഒരു കമൻ്റ് ഒന്നും ചെയ്തില്ല കേട്ടോ. ആ വളം കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്കൊരു മൾട്ടി വിറ്റാമിനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് നല്ല രീതിയിൽ ഫ്ലവർ കിട്ടും, നല്ല ഉഷാറാകും, ചെടിക്ക് ആരോഗ്യം വരും. നമ്മളൊക്കെ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേന് തരാൻ പറ്റും ഡോക്ടർ വിറ്റാമിൻ്റെ കുറവാണെന്ന് പറഞ്ഞാൽ വൈറ്റാമിൻ ടാബ്ലറ്റ്സ് ഒക്കെ തരും. അതേപോലെ തന്നെയാണ് നമ്മുടെ പ്ലാന്റിനും വേണ്ടത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇച്ചിരി മൾട്ടി വിറ്റാമിൻ നമ്മുടെ ചെടിക്ക് കൊടുക്കാം. അത് ഇന്നാൾ ഞാൻ നിങ്ങളെ ഇത് കാണിച്ചിരുന്നു. ഇത് മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്. എല്ലാ മൂലകങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ചെടിക്ക് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ഈ ഒരു ഇതിൽ കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ എടുക്കേണ്ടത് ഒരു ഇതിനകത്ത് മെഷറിങ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാൻ 5 ml 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ചെടിക്ക് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം നമുക്ക് ഈ ഒരു കപ്പിലേക്ക് ഈ മരുന്ന് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ മരുന്നിൻ്റെ കളർ നമ്മുടെ ബീറ്റ്റൂട്ട് വെള്ളം പോലെ ഇരിക്കും. ഇത് നമുക്ക് നമ്മുടെ സ്പ്രേയിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇന്നാൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ എടുക്കുന്ന ഈ സിറിഞ്ചാണ്. അതാകുമ്പോൾ നമുക്ക് മെഷറിങ് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഇത് 16 ലിറ്ററാണ് ഈ നമ്മുടെ സ്പ്രെയർ. അപ്പം 1 ലിറ്ററിന് 5 ml ആകുമ്പോഴത്തേന് 35 ലിറ്റർ വേണം നമുക്ക് ഈ സ്പ്രെയറിലേക്ക്. അപ്പം നമുക്കതെടുക്കാം. ഇത് 20-ൻ്റെയാണ്. ഇത് ഒറ്റ സിറിഞ്ച് ഫുള്ളും പിന്നെ ഒരു 15 ml. അങ്ങനെ നമുക്ക് 35 ലിറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. എല്ലാവരുടെയും ക്രിസ്മസ് ആഘോഷമൊക്കെ അടിപൊളിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിള്ളേരൊക്കെ നല്ലൊരു വൈബിലാണിപ്പോൾ. പ്രത്യേകിച്ച് ഈ മഞ്ഞും ഒക്കെ വരുന്നു. പിന്നെ 41 ശബരിമല മണ്ഡലവ്രതം എല്ലാം കൂടെ ഒന്നിച്ചു വരുന്ന ഒരു സമയം. നമുക്ക് എല്ലാവർക്കും നല്ലൊരു ഉന്മേഷമുള്ളൊരു സമയമാണിത്.
അപ്പം 35 ml ആയി നമുക്കിതിലേക്ക്. നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്യാം. ആ കൂടെ ഞാൻ നമ്മുടെ ചെടികളുടെ ഗ്രോത്ത് ഒക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഈ കാണിക്കുന്നതും കൊടുക്കുന്നതും കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ, ഇവിടെ സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആദ്യമായിട്ട് കാണുന്നവരൊന്നും നമ്മുടെ കൂടെ കൂടണേ. ആർസി ഗാർഡനിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആർസി ഗാർഡൻ എന്ന ഫാമിലിയുടെ അംഗമാകുക. അപ്പോൾ ഞാൻ ഇതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫെർട്ടിലൈസറൊക്കെ വെള്ളം ഒഴിച്ച് റെഡിയാക്കി മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതേ കാണുന്നുണ്ട് ഇതിനകത്തുള്ള മെഷറിങ്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ താഴത്തെ ഈ സ്വിച്ച് അങ്ങ് ഓണാക്കുക. ഇതാണ് നമ്മുടെ ചാർജബിൾ പോട്ട് കേട്ടോ. ഇവിടെയാണ് നമ്മൾ ചാർജ് ചെയ്യാൻ പ്ലഗ് കുത്തുന്നത്. പിന്നെ ഇതിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുള്ളൊരു ഓപ്ഷനാണ്. അതിൻ്റെ നമുക്ക് ആവശ്യമില്ല, അത് ഓഫ് ആക്കി ഇട്ടാൽ മതി. അത്രയധികം സ്പീഡ് നമുക്ക് വേണ്ടല്ലോ. പിന്നെ ഈ സ്വിച്ച് ഓൺ ആക്കുക. ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ തന്നെ മോട്ടോർ വർക്കാവും. സൗണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഒരു വേറൊരു ഗുണം എന്നാന്ന് വെച്ചാൽ നമുക്ക് ഈ ചെടിയുടെ ഇലയുടെ അടിയിലേക്കൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഫെർട്ടിലൈസറൊക്കെ ഇലയുടെ അടിയിൽ വേണം ചെടികളുടെ ചെല്ലാനായിട്ട്. അപ്പോഴാണ് അതിന് നന്നായിട്ട് അത് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കാണാവോ? നമുക്ക് ഏതൊരു ആംഗിളിൽ വേണേലും ഇത് പിടിക്കാം. അതുപോലത്തെയാണ് അതിൻ്റെ ആ നോസലിൻ്റെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല നീളമുള്ള ഇതൊരു പൈപ്പ് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം മോട്ടറിനെ കുറിച്ചുള്ള ഇത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഇത് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നാ ഗുണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. നമുക്ക് അധികം ആയാസമില്ല, പെട്ടെന്ന് നമ്മുടെ പണി കഴിയും. നമുക്ക് എത്ര പ്ലാന്റ് ഉണ്ടോ അതനുസരിച്ച് നമ്മൾ ഫെർട്ടിലൈസർ മിക്സ് ചെയ്തെടുത്താൽ മതി. വളരെ ഈസിയാണ് ഇത് ഉപയോഗിക്കാൻ കേട്ടോ. പെട്ടെന്ന് നമ്മുടെ പണി കഴിയും. മറ്റേത് ഞാൻ കുറേ നേരം കൊണ്ടാണ് ഈ ചെടികൾക്കൊക്കെ ഫെർട്ടിലൈസർ കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു 5 ലിറ്ററൊക്കെ അടിച്ച് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് പമ്പ് ചെയ്തൊക്കെ നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് വരുമ്പോൾ ഒരു സമയം എടുക്കും. പിന്നെ അത് വീണ്ടും നിറയ്ക്കാൻ നിൽക്കണം. ഇതാവുമ്പോൾ 16 ലിറ്റർ നിറച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ പ്ലാന്റുകൾക്കും ധാരാളം കൊടുക്കാനുണ്ട്. നമുക്ക് സമയം ലാഭിക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ജൈവവളം കൊടുത്തിട്ട് ഇതുകൂടെ ഒന്ന് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. ചെടികളെല്ലാം നല്ല ആരോഗ്യത്തോടെ വരും. ഞാൻ കുറച്ച് പൂക്കളോടെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദമായെന്ന് എപ്പോഴും പറഞ്ഞ പോലെ ഞാനങ്ങ് വിശ്വസിക്കുക. പക്ഷെ നിങ്ങളാരും ഒന്നും പറയുന്നില്ലല്ലോ. ഇത് ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രോബാക്ക് വന്നുവെന്നെങ്കിൽ നിങ്ങളൊന്ന് പറയും. പിന്നെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത വർഷമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ടേക്ക് ഉത്സവത്തിൻ്റെ തിരക്കൊക്കെയാണ്. അപ്പോൾ പുതിയൊരു വർഷത്തെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് വരവേൽക്കാം. 2026 എല്ലാവർക്കും നന്മ നിറഞ്ഞൊരു വർഷമാകട്ടെ. അതുപോലെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയുക. ലൈക്ക്, കമൻറ്റ്, ഹൈപ്പ്, ഷെയർ ഇതൊന്നും മറന്നു പോരുത്. കമൻറ്റ് ചെയ്യാൻ മടിയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യ്. എന്തിനാണ് നിങ്ങളൊക്കെ ഇത്ര മടിക്കുന്നത്? അപ്പം ഗുണകരമായ മറ്റൊരു വീഡിയോയിൽ കൂടി വീണ്ടും കണ്ടുമുട്ടാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പൂർത്തിയാക്കിയാണ്.